ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടുള്ള ആ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല സുഖം കാണാൻ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന കിച്ചണിലേക്ക് ഒരുപാട് പാത്രങ്ങൾ രാവിലേക്കത്തെ കേട്ടോ. ഒരുപാട് നല്ല ഒരാൾ കഴിച്ചതേ ഉള്ളൂ. പാത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആകെ മുഷിഞ്ഞ് മടുത്തിരിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ ലൈഫ് ആയാലോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് മോൾക്കുള്ള മിൽക്കൊക്കെ തയ്യാറാക്കി വെക്കാം. ഒക്കെയുള്ള പാലുണ്ടാക്കി വെച്ച് അത് കഴിഞ്ഞ് ആ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് എല്ലാവരും ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ചൊരു തുടക്കുക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെ. അത് കഴിഞ്ഞ് ഇതാ റൂമിലേക്ക് വന്നപ്പോൾ ഇതാ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച്. അപ്പോൾ ഇതാ അവിടെ നിന്നൊരു ഇളക്കം കാണുന്നുണ്ട്. നൈലോണെന്നിട്ടിട്ട് ഞാൻ വേഗം തുണി അലക്കിയതുണ്ടായിരുന്നു. അത് തോരട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിൽ, നല്ല ലൈറ്റിംഗ് ഉണ്ട്. ട്രീലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അവൾക്കുള്ള വെള്ളം ഫ്ലാസ്കിൽ റീസ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ അത് അവൾ ഉണന്ന് കലപ്പിലാക്കിയപ്പോൾ ടി വി ഇട്ടുവെച്ചാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് അടങ്ങും എന്ന് വിചാരിച്ച് വന്നപ്പോൾ അടങ്ങിയില്ല. ഞങ്ങൾ പോയി കിടന്നുറങ്ങി. വീണ്ടും വന്ന് വേസ്റ്റിൻ്റെ ഡസ്റ്റ്ബിൻ പുറത്തുനിന്ന് എടുത്ത് വന്ന് സമയം നോക്കിയപ്പോൾ 6 മണി ആയിക്കണു. പിന്നെ ഒന്നും വൈകാൻ നിന്നില്ല. ഞാൻ പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കാൻ നിന്ന്. കാരണം എന്താ വെച്ചാൽ 6 മണിക്ക് അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു 6:30 ആകുമ്പോഴേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിസ്കരിച്ച് നോമ്പ് തുറക്കാം എന്നുള്ളതാണ്. ഇന്ന് നോമ്പും കൂടിയാണ് കേട്ടോ, എനിക്കത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയതേ അവൾക്ക് പാലൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കി. അവളെ ഉറക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുകയാണ് കിച്ചണിലേക്ക്. അയ്യോ വിശക്കുന്നല്ലോ എന്നല്ലേ. അത് കഴിഞ്ഞ് അവൾ ഉറങ്ങി വന്ന് നോക്കിയ സമയം 6:35 കേട്ടോ. ഞാൻ വന്ന് ഇതാ കിച്ചണിൽ കയറി, ലൈറ്റൊക്കെ ഇട്ട് കിച്ചണിൽ കയറി വെള്ളം കുടിച്ചു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നോമ്പ് തുറന്നു. നോമ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സുഖമാക്കാൻ ഞാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ വയർ ഓവറായി നിസ്കരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്ന് ബാത്റൂമിലേക്ക്, ഈ ഇരുട്ടത്ത് എന്താണെന്നല്ലേ അവൾ കിടന്നുറങ്ങുന്നതുകൊണ്ട് ലൈറ്റ് ഇടാൻ പറ്റില്ലെന്ന്. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഞാൻ വേഗം ഒന്നെടുത്തിട്ട് വന്നിട്ട് നിസ്കരിച്ചിട്ട് ഓളോ ഡോർ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പുറത്ത് വന്ന് ഖുറാനൊക്കെ ഓതിക്കഴിഞ്ഞ് ഈ ചീനി ചട്ടി കൊണ്ടിരിക്കുന്നല്ലേ, ഒന്നുമല്ല, ഇത് തലേന്നത്തെ മസാല ചട്ടിയാണ്. അതിലേക്ക് ഞാനിങ്ങനെ എഗ്ഗ് ഒടിച്ച് ചേർക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. നല്ല എരിവയ്ക്കണം. എല്ലാ മസാലയും ചേർത്തിട്ടുള്ള ആ എരിവും ടേസ്റ്റുള്ള എഗ്ഗിൽ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതെന്ത് ചെയ്യും, ആ പെട്ടെന്നുള്ള വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കേട്, പിന്നെ ലെറ്റൂസിൻ്റെ ലീഫില്ലേ, അതും എടുത്തിട്ട് അതിലേക്ക് ഞാൻ കേട് 1 സ്പൂണാക്കും. പിന്നെ ഈ എഗ്ഗ് ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് റോളാക്കി വെക്കും. അങ്ങനെ രണ്ട് ടൈപ്പിൽ റോളാക്കി വെക്കും. 2 ലെറ്റൂസിൻ്റെ ലൈഫ് എടുത്തിട്ട് ഒന്ന് കേട് വെച്ചിട്ട് ഒന്ന് കേട് വെക്കാണ്ട് കേട്ടോ. അങ്ങനെ റോളാക്കിക്കാണ്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് അതിങ്ങനെ മടക്കിയിട്ട് വായ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് കേട്ടോ. നോമ്പ് വെച്ച് നല്ല ക്ഷീണം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയില്ല, നല്ല ഫില്ലിങ് ആണേനോ, നല്ലൊരു സുഖം. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെ ലോകത്തിൽ ഏറ്റവും ടേസ്റ്റി എന്നുള്ള ഭാവമാണ് എനിക്ക്. അതുകൊണ്ട് കഴിക്കുമ്പോണ്ടല്ലോ ഏതാ എക്സ്പ്രഷൻ എനിക്കൊന്നും വയ്യ. എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ നമുക്ക് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ചട്ടി വെച്ചു, അടുപ്പ് ഓണാക്കി, ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇതേ കടുകിട്ട് കറിവേപ്പിലിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കേബേജും പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട്, ഇത്രയേ ഇട്ടിട്ടുള്ളൂ. ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചു. ഈ സാധനം എന്താണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സാലഡ് കുക്കുമ്പറും കേടുമാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാലഡാക്കി വെച്ചു. കാരണം ഇത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടാൽ പിന്നെയും കഴിച്ചു നോക്കി. അത് കഴിഞ്ഞപ്പോൾ ക്യാബേജ് റെഡിയായി. അപ്പോഴാണ് വിളിച്ചു പറയുന്നത് ബീഫാട്ടാ കൊണ്ടുവരുന്ന അവനെന്ന്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചു. അതൊക്കെ തൊലിച്ചുണ്ടാക്കാൻ നല്ല പാടാട്ടോ. അത് കഴിഞ്ഞ് ബീഫ് എത്തി കുക്കറിലാക്കി കഴുകി അതിലേക്ക് ഞാൻ ചെറിയ ജീരകവും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഞാൻ നിൽക്കുന്നത് ബീഫിൽ ഇത്രേ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനത് അടച്ച് വെച്ച് ഇതാ തീ ഓണാക്കി കുക്കർ ഇനി ഒരു 3 വിസിലടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാനൊന്ന് സിമ്മിലാക്കിയിടും. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ബീഫ് റെഡി കേട്ടോ. അപ്പോൾ ആ ടൈം ഇപ്പോഴേക്ക് ഞങ്ങളിതാ സിനിമ കാണാൻ വേണ്ടിയിരുന്നു. സിനിമ ആണെങ്കിൽ ഒരു സിനിമ ഒന്നെ മര്യാദക്ക് കാണാനായിക്കില്ല. ടൈം നോക്കുമ്പോഴാണെങ്കിലോ 9 മണിയാവാനായി. ഇതുവരെ ഞാൻ നോമ്പൊന്നും ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ബീഫായി കഴിഞ്ഞ് അതുപോലെയല്ലേ വിസിലൊക്കെ പോയി ബീഫായി കഴിഞ്ഞത് ചട്ടിയിലിട്ട് വറവിട്ടു. ചെറിയ ഉള്ളി ഇട്ടിട്ടും കറിവേപ്പില ഇട്ടിട്ട് തന്നെ കേട്ടോ വറവിടാറ്. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടണം. വയറാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ടിരിക്കണില്ല. അങ്ങനെ അതൊക്കെ റെഡിയായി. ഇതാ കേബേജ്, ബീഫ്, പിന്നെ കുക്കുമ്പർ, സാലഡ്, ഇതാണ് കേട്ടോ ഇന്നത്തത് ഫുഡ്. അതൊക്കെ കഴിച്ച് നമ്മളിതാ സിനിമ കാണുന്ന കാര്യത്തിൽ തീരുമാനമാവാണ്ടിരിക്കുക. അവനിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സിനിമയും മര്യാദക്ക് കാണാൻ എന്നെ സമ്മതിക്കുന്നില്ല.
അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിരാന്തായിട്ട് ഞാൻ എൻ്റെ റീലൊക്കെ കുറച്ച് കണ്ട് വേറെ എന്താ ചെയ്യുക, ഓനോട് അറിഞ്ഞിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണും, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി പോയിക്കാണ്ട് മുൾക്കുള്ള വെള്ളം വീണ്ടും ഉണ്ടാക്കിയിട്ട് രാത്രിയേക്കുള്ള. അത് കഴിഞ്ഞ് എന്നും രാത്രി പാൽ കുടിക്കാറുണ്ട്. അതുകൊണ്ട് പാലെടുത്തിട്ട് പാല് തിളപ്പിച്ചാൽ വെച്ചിട്ട് ഞാൻ പുറത്ത് കുപ്പി കൊണ്ടുവച്ചു രാവിലെ അവർക്ക് പാല് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ടാബ്ലറ്റ് ഉണ്ട് കുട്ടികൾക്ക് മിൽക്ക് ഉണ്ടാവാനുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഇതാ ഒരു ഗ്ലാസ് പാല് കുടിച്ചു. പാല് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ സിനിമ കുറച്ചൊക്കെ കണ്ട് പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ കിടക്കാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. നാളെ കാണാം എന്നുള്ള പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബായ്.